പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് ഒരു 5 സ്റ്റൈൽ ഓഫ് ഷൂസ്. അത് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ വാർഡ്രോബിൽ കൊണ്ടുവരാം. 2024 ഈ ഒരു 5 കൈൻഡ് ഓഫ് ഷൂസ് ആണ് നമുക്ക് വേണ്ടത്. ഇതുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരാൾ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരാളുടെ കടത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരും. സോ ഏതൊക്കെയാണ് ആ ഷൂസ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള ഷൂസ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും നോർമൽ ഷൂസാണ് അധികം ധരിക്കാറെങ്കിലും ബൂട്ട്സിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കുറേ ആൾക്കാർ ബൂട്ട്സ് ധരിക്കുന്നുണ്ട്. അതായത് ഒരു ബൈക്കിംഗ് ഒരു യങ്സ്റ്റേഴ്സ് ഗണത്തിലുള്ള ആൾക്കാരാണ് കൂടുതലും ബൂട്ട്സ് ധരിക്കുന്നത്. ബട്ട് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ബൂട്ട്സ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇന്നത്തെ ഈ ഒരു ടൈമിന് യോജിക്കുന്ന ഒരു ബൂട്ട്സ് ഓക്കെ, ഏറ്റവും കൂടുതൽ സ്റ്റൈല് തരുന്ന ഒരു സംഭവം. അതായത് ചെൽസി ബൂട്ടിൻ്റെ തന്നെ വേറൊരു ചെറിയൊരു ചേഞ്ചുള്ള ചങ്കി ചെൽസി ബൂട്ട്സ്. ചങ്കി ചെൽസി ബൂട്ട്സ് അടിപൊളി സംഭവമാണ്. ഭയങ്കര അധികം ഒരു സ്റ്റൈല് തന്നെ സംഭവമാണ്. ചങ്കി ചെൽസി ബൂട്ട്സ് പറഞ്ഞ ഒരു ഇന്റർനാഷണൽ ഒരു വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഇറ്റാലിയൻ വൈബ് ഒരു സ്റ്റൈലും തന്നെ ഒരു സംഭവമാണ്. നല്ല രീതിയിൽ തന്നെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അതായത് ഒരു സ്റ്റൈൽ അപ്ഗ്രേഡ് നിങ്ങൾക്ക് തരുന്ന ഒരു സംഭവമാണ്. സോ എല്ലാവരും നമ്മുടെ ഷൂ ഗൈഡിലോട്ട് ആദ്യം ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഷൂ വേണമെന്ന് ആഗ്രഹമുള്ളവർ കൊണ്ടുവരാൻ പറ്റിയ ഒരു സംഭവമാണ് ചങ്കി ചെൽസി ബൂട്ട്. രണ്ടാമത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമൽ ആയിട്ടുള്ള ഒരു സ്നീക്കേഴ്സ് ആണ്. മിനിമൽ സ്നീക്കേഴ്സ്. ഓക്കെ, സ്നീക്കേഴ്സ് നമ്മളെല്ലാവരും ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലൂസ് ഡ്രസ്സിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് സ്നീക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബൾക്കി ഒരു ഡാഡ് സ്നീക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞൊരു സംഭവമാണ് ചൂസ് ചെയ്യണം. ബട്ട് മസ്റ്റ് ഹാവ് 5 ഷൂസിൻ്റെ കൂടെ എനിക്ക് ഈ ചങ്കി ആയിട്ടുള്ള ഒരു സ്നീക്കേഴ്സ് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ബിക്കോസ് നമുക്ക് എപ്പോഴും ഏത് ഒക്കേഷനിൽ വിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് സ്നീക്കേഴ്സ് ആണ് ഈ ഒരു സമയത്ത് നമുക്ക് വേണ്ടിയത്. സോ ഞാനിപ്പോൾ പറയും ഒരു മിനിമൽ ആയിട്ടുള്ള സ്നീക്കർ, അതായത് ഒരുപാട് എഴുത്തുകൂത്തോളൊന്നും ഇല്ലാത്ത, എന്നാൽ ബ്രാൻഡ് ആയിക്കോട്ടെ, നല്ല ബ്രാൻഡ് ആയിക്കോട്ടെ, ആ ബ്രാൻഡിങ് ആണെങ്കിൽ പോലും ഒരു മിനിമൽ ആയിട്ട് ഉണ്ടാവുന്ന ഒരു കൈൻഡ് ഓഫ് സ്നീക്കേഴ്സ്. വളരെയധികം ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ് നമ്മളെപ്പോഴും ഫോളോ ചെയ്യുന്നതാണ് വൈറ്റ് സ്നീക്കേഴ്സിന്റെ ഒരു സ്റ്റൈൽ. അതേപോലെ തന്നെ ഈ വൈറ്റ് സ്നീക്കേഴ്സോ ഒരു ബ്ലാക്ക് സ്നീക്കേഴ്സോ ഒരു ബ്രൗണോ ആയിക്കോട്ടെ, സ്നീക്കേഴ്സ് എന്ന് പറയുന്ന സംഭവം ഒരു സിംപ്ലിസിറ്റിയാണ് 2024 ഒരു മെയിൻ ആയിട്ടുള്ള ഘടകം. സോ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്നീക്കർ ആണെങ്കിൽ അത് എന്നും നിലനിൽക്കും. നിങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി ഏത് ടൈമിനും അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഒരുപാട് നാൾ കഴിഞ്ഞാലും ഒന്നും ഈ ഇതിൻ്റെ ഒരു സ്റ്റൈൽ പെട്ടെന്ന് പോകില്ല. സോ നിങ്ങളുടെ വാർഡ്രോബിലായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മിനിമൽ സ്നീക്കേഴ്സ് കൊണ്ടുവരും. അടുത്ത എനിക്ക് പറയാനുള്ള മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഡ്രസ് ഷൂസ് കാറ്റഗറിയാണ്. ഡ്രസ് ഷൂ കാറ്റഗറി എന്ന് പറയുന്നത് എന്താണ്? ഡ്രസ് ഷൂ എന്ന് പറയുന്നത് നമ്മൾ നല്ല ഒക്കേഷൻസിന് പോകുമ്പോൾ, ഒരു പാർട്ടിക്ക് പോകുമ്പോൾ ഒക്കെ ഇടുന്ന ഒരു കൈൻഡ് ഓഫ് ഷൂസ് ആണ്. ഈവൻ നമ്മൾ നല്ല രീതിയിൽ ഡ്രസ്സപ്പ് ചെയ്ത് പോണ ഒരു സംഭവം, നന്നായിട്ട് ഇന്നക്കാക്കി ഡ്രസ്സപ്പ് ചെയ്ത് നമ്മൾ പോണ ഒരു സംഭവത്തിന് ഡ്രസ് ഷൂ എന്ന് നമ്മൾ പറയണം. ആ ഒരു ഒക്കേഷൻ ധരിക്കുന്ന ഷൂന്. സോ ഡ്രസ് ഷൂ നിങ്ങൾ എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്? ഈ പറഞ്ഞാൽ ഞാൻ പറഞ്ഞ നല്ല രീതിയിൽ നല്ലൊരു ഫംഗ്ഷന് പോകുമ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തൊക്കെ കൈൻഡ് ഓഫ് ഡ്രസ് ഷൂ ആണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്? മെയിനായിട്ട് ഇപ്പോൾ നമുക്ക് നന്നായിട്ട് ട്രെൻഡിങ്, നിങ്ങൾക്കൊരു സ്റ്റൈൽ കൊണ്ടുവരണം എന്നുള്ള ഒരാളാണെന്നെങ്കിൽ ഡെഫിനറ്റ്ലി മോങ് സ്ട്രാപ്പുള്ള ഷൂസ് ആണ് നിങ്ങൾ ധരിക്കുന്നത്. കാരണം മോങ് ഷൂ നിങ്ങൾ ഒരു നന്നായിട്ട് ഡ്രസ്സപ്പ് ഇട്ട് മോങ് ഷൂ ധരിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റൈൽ അപ്ഗ്രേഡ് നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ആളായിട്ടുള്ള ഒരു ഫീല് കൊണ്ടുവരുന്ന സാധനമാണ്. അതിൻ്റെ കൂടെ തന്നെ സെയിം ആയിട്ട് ഞാൻ എടുത്ത് പറയുന്ന മറ്റൊരു ഷൂ ആണ്. എൻ്റെ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും വീണ്ടും ഞാൻ അത് എടുത്ത് പറയുന്നത് ടസൽ ലോഫർ. ഭയങ്കര ക്ലാസിക് ആയിട്ടുള്ള സ്റ്റൈലാണ്. നിങ്ങൾ ശരിക്കും പറയുക ഒരു ഇറ്റാലിയൻ ഒരു മെൻ സ്റ്റൈലിൻ്റെ വീഡിയോസും കാര്യങ്ങളും അതേപോലത്തെ ഒരു ഫാഷൻ ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ടസൽ ലോഫർ ഭയങ്കര ഒരു ക്ലാസിക് ആയിട്ടുള്ള സ്റ്റൈലാണ്. മസ്റ്റ് ഹാവ് ആണ്. നിങ്ങളുടെ വാർഡ്രോബിൽ ശരിക്കും പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഒരു ഡബിൾ മോങ്കോ ഒരു ടസൽ ലോഫറോ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് വേണം. ഇത് ഡ്രസ് ഷൂ കാറ്റഗറിയിലാണ് ഞാൻ പറയുന്നത്. ഒക്കേഷൻ ഞാൻ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ഡ്രസ്സപ്പ് ചെയ്ത് പോണ ഒരു ഒക്കേഷനിൽ ഇത് നിങ്ങൾക്ക് ഇടാം. ഫോർത്ത് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള സംഭവം ലോഫേഴ്സ്. ലോഫേഴ്സ് നമ്മളെല്ലാവരും ഇഷ്ടംമാതിരി മേടിക്കുന്നുണ്ട്. ഓൺലൈനിൽ ഇഷ്ടംമാതിരി ലോഫേഴ്സ് ഉണ്ട്. 500 രൂപ മുതൽ ലോഫേഴ്സ് ഉണ്ട്. സോ ഞാനിവിടെ പറയാൻ പോണ ലോഫേഴ്സ് എന്ന് പറഞ്ഞാൽ ഡെയിലി വെയർ ലോഫേഴ്സ് ആണ്. നമുക്ക് ഈസി ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റണം. അതായത് ആ ഒരു ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഡ്രസ് ഷൂ ഇടുമ്പോൾ നമുക്ക് ഒരു ലെതർ ഒരു ഫിനിഷുള്ള ഒരു സംഭവമായിരിക്കും. അത് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കാല് പൊട്ടലും വേനയൊക്കെ ഉണ്ടാവും. ബട്ട് ഈ ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ലോഫേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ലോഫേഴ്സ് ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ സ്വേദിന്റെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ലെതർ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഇതും ഒരു വല്ലാത്ത ഒരു ലുക്ക് എന്ന സാധനമാണ്. ഭയങ്കര ഈസി ടു യൂസ് ഉള്ള ഒരു ഐറ്റമാണ്. ഡെയിലി വെയർ ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് ഇത് സ്റ്റൈൽ ചെയ്യാവുന്ന സംഭവമാണ്. ഇതിന്റെ ഒരുപാട് മോഡൽസ് ഓൺലൈനിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ ഒക്കേഷൻ ഏതാണ്, നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കിയിട്ട് ആ ഒരു കാറ്റഗറി ആയിട്ടുള്ള ലോഫേഴ്സ് നിങ്ങൾ
മേടിക്കുക. ലെതർ മേടിക്കാൻ ഞാൻ ഈ പറഞ്ഞ പോലെ സ്വേദ് മേടിക്കാം. അതുമല്ല നിങ്ങൾക്ക് ഒരു കുഷ്യൻ ടൈപ്പ് ആണ് വേണമെങ്കിൽ അത് മേടിക്കാവുന്നതാണ്. അതുമല്ല ടെക്സ്റ്റൈൽ കൈൻഡ് ഓഫ് ലോഫേഴ്സ് അവൈലബിൾ ആണ്. അതായത് ഭയങ്കരമായിട്ട് ഈസി ടു യൂസ് ആയിട്ടുള്ള ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ലോഫേഴ്സ് ആണ്. അതും വേണമെങ്കിൽ മേടിക്കാം. സോ ഇതൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച മസ്റ്റ് ഹാവ് ഷൂസ്. ഒരുപാടൊന്നും ഞാൻ നീട്ടി വലിച്ച് പറയുന്നില്ല, ലെങ്തി ആയി പോകണ്ട, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയെന്നുള്ളൂ. ഈ നല്ല പ്രൊഡക്ട്സിന്റെ കുറച്ച് ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് കയറി മേടിക്കാവുന്നതാണ്. സ്റ്റേ സ്റ്റൈൽ.